ഈ സന്ദീപ് വാര്യർ BJP എന്ന് പറയുന്ന ആ വർഗീയ കൂടാരത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം ആ രാഷ്ട്രീയത്തെ അപ്പാടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് വരുന്ന സമയത്തുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ച്, ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് AK ബാലൻ സഖാവ് പറഞ്ഞത്. അല്ല, ഞങ്ങൾ പാർട്ടിയിൽ എടുക്കുന്നതിനെക്കുറിച്ചല്ല. ഞങ്ങൾ പാർട്ടിയിൽ എടുക്കും എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകില്ലല്ലോ. അദ്ദേഹം കോൺഗ്രസിലേക്കുള്ള പോകാനുള്ള കാരണം എന്താ? മറ്റൊരു പാർട്ടിയിലും അദ്ദേഹത്തിന് എൻട്രി കിട്ടില്ല എന്നുള്ളതുകൊണ്ടാ. ഈ കാശ്മീരിലെ ജനങ്ങളുടെ കടുത്തിൽ ടയറിട്ട് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, വന്നാൽ എന്നല്ല ഒരിക്കലും അല്ല. അദ്ദേഹത്തിൻ്റെ വർഗീയ നിലപാടുകളെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം എന്താണ് എന്ന് അറിയണം. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് ഭാവിയിൽ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഇന്ന് വൈകുന്നേരം തന്നെ കൂട്ടി തങ്ങൾ അങ്ങ് മാലയിട്ട് സ്വീകരിച്ച് ഇങ്ങനെ റോഡ് ഷോയിൽ കൊണ്ടുവന്നാൽ അദ്ദേഹം പറഞ്ഞ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം മാറും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഒരിക്കലും അദ്ദേഹത്തെ എടുക്കാൻ പോകുന്നില്ല. AK ബാലൻ സഖാവും അതുപോലെ തന്നെ MB രാജേഷും ഒക്കെ പറഞ്ഞത് എന്താണെന്നുള്ളത് അവിടെയുണ്ട്. അതൊരു ഇന്റർവ്യൂയുടെ തുടർച്ചയായുള്ള ഒരു മണിക്കൂർ നേരത്തെ സംഭവവികാസങ്ങളാണ്. അല്ലാതെ അതെ, അത് ഒരു മണിക്കൂർ നേരത്തെ ഇന്റർവ്യൂവിനിടയിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സകല CPM സഖാക്കളും കൊടുത്ത കോൺട്രാക്ട് സർട്ടിഫിക്കറ്റിന്റെ ഒരു കെട്ട് ശേഖരവുമായിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നത്. നിങ്ങൾക്ക് മിണ്ടാൻ കഴിയാതെ എല്ലാ വാതിലും ഒരിക്കലുമല്ല. ഞങ്ങൾ മിണ്ടാതിരുന്നത് എവിടെയാ? എല്ലാ വാതിലും മുട്ടിക്കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എത്തേണ്ടിടത്ത് എത്തിയത്. കാരണം കോൺഗ്രസിന്റെയും BJPയുടെയും അതിർവരമ്പുകൾ വളരെ നേർത്തതായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കോൺഗ്രസ് ആകാം, ആർക്ക് വേണമെങ്കിലും BJP ആകാം. അത് തമ്മിലുള്ള ആ ഒരു അന്തരം വളരെ നേർത്തതാണ്. കാരണം RSSന്റെ ശാഖക്ക് കാവൽ നിന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ K സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റാണ് ഇന്ന് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വം. VD സതീശൻ സവർക്കറുടെയും ഗുരുജി ഗോൾവാൾക്കറുടെയും ചിത്രത്തിന് മുമ്പിൽ കൈകൂപ്പി വിനയാന്വിതനായി നിന്ന VD സതീശനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. അവരോടൊപ്പം ഈ പറയുന്ന സന്ദീപ് വാര്യർക്കും നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞാൻ വെല്ലുവിളിച്ച് ചോദിച്ചു, എത്ര രൂപയാണ് നിങ്ങൾ അനുവദിച്ചത് എന്ന്. ഒരു രൂപയെങ്കിലും അനുവദിച്ചിട്ടാണ് ഒരു വർത്തമാനം ഒരു രൂപയെങ്കിലും മെഡിക്കൽ കോളേജിന് അനുവദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കായിരുന്നു. ഇവിടെ എല്ലാ വികസനവും ആരാണ് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ നേതാക്കന്മാരല്ല അവരുടെ കൂടെയുള്ളത്. ജാവേദ്കർ വഴിയിൽ കാണുമ്പോ ഞങ്ങള് വഴിയിൽ കാണുമ്പോ കൈ കൊടുക്കാത്തത് നിങ്ങളാണ്. വഴിയിൽ കാണുമ്പോ കൈ കൊടുക്കാത്തത് നിങ്ങളുടെ വീട്ടിൽ വന്ന RSSകാരുടെ പേര് ഞാൻ പറയണോ? നിങ്ങളുടെ വീട്ടിൽ വന്ന RSSകാരുടെ പേര് ഞാൻ പറയണോ? നിങ്ങൾക്ക് ക്ഷണിക്കാൻ വന്ന RSSകാരുടെ പേര് അങ്ങനെയൊക്കെ RSSകാരും സുരേഷ് നിങ്ങളുടെ കൈ പിടിച്ചാൽ നിങ്ങൾക്ക് കൈ കൊടുക്കില്ലേ? നിങ്ങളുടെ വീട്ടിൽ സുരേഷ് വന്നാൽ നിങ്ങൾ കയറ്റിയിരുത്തില്ലേ? നിങ്ങളുടെ വീട്ടിൽ സുരേഷ് വന്നാൽ നിങ്ങൾ കയറ്റിയിരുത്തില്ലേ? ഈ സന്ദീപ് വാര്യരെ അത് ഞാൻ പറയുന്നില്ല. ഞാൻ അതിന്റെ പിന്നാലെ പോകുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഒരു പേഴ്സണൽ അല്ല, EP ചായ ബിസ്ക്കറ്റ് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? EP ചായ ബിസ്ക്കറ്റ് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വന്നാലും സുരേഷ് നിങ്ങളുടെ വീട്ടിൽ വന്നാലും നിങ്ങൾ സുരേഷിന്റെ വീട്ടിൽ പോയാലും അത് നിങ്ങളുടെ കാര്യം. അല്ലാതെ ഇവിടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത് ആരാ? നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയല്ലേ രാമക്ഷേത്രത്തിന് വെള്ളിഷ്ടിക കൊടുത്തത്? നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവല്ലേ BJPക്ക് 170 കോടി രൂപ കൊടുത്തത്? മറന്നുപോയോ? എൽദോസ് കുന്നപ്പള്ളിയല്ലേ രാമക്ഷേത്ര നിർമ്മാണത്തിന് പണം സംഭാവന ചെയ്തത്? അത് അഭിമാനമാണ് എന്ന് പറഞ്ഞത്? ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ അതിനെതിരെ പറഞ്ഞോ? ഇല്ലേ? സംഭവിച്ചിട്ടില്ലേ? പ്രിയങ്ക ഗാന്ധിക്കെതിരെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ പറയില്ല.
കാരണം നിങ്ങളും കോൺഗ്രസും BJP-യും തമ്മിലുള്ള അതിർവരമ്പുകൾ വളരെ നേർത്തതാണ്. പിന്നെ വികസനത്തെക്കുറിച്ചാണ് വികസനത്തെക്കുറിച്ച് അല്ല ഉഴത്തിൽ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ, ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, മാത്തൂരും ഇവിടെ മാത്തൂര് കണ്ണാടി പോലെയുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശത്തും നിങ്ങൾ ഗ്രൗണ്ടിന് പോയിട്ട് തറക്കല്ലിട്ടു. ആര്? നിങ്ങളുടെ MLA. വർഷങ്ങളായി എല്ലായിടത്തും പോയി തറക്കല്ലിടുക. നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട് ആട് പ്ലാവില കടിച്ചതുപോലെയെന്ന്. ഒരിക്കൽ കടിച്ചാൽ പിന്നെ അവിടെ പിന്നെ കടിക്കില്ല. അങ്ങനെ സകല സ്ഥലത്തും പോയി കല്ലിട്ട് വരിക, ഫോട്ടോ എടുക്കുക, ബോർഡ് വെക്കുക, ഫ്ലെക്സ് വെക്കുക, എന്നിട്ടെല്ലാം നമ്മൻ്റെതാണ് എന്നങ്ങ് പ്രഖ്യാപിക്കുക. എന്നാൽ ഇതിൻ്റെ പിന്നാലെ നടന്ന് അല്പം ബുദ്ധിമുട്ടണം ഈ വർക്കൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ. ശബരിനാഥ് MLA ആയിരുന്നല്ലോ, അന്ന് ഇടപെട്ടുന്ന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് ശബരിനാഥിന് അറിയാലോ. നിങ്ങളും ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്ക്, ഏത് പ്രവർത്തനത്തിനാണ് ഒരു പൂർത്തീകരണം ഉണ്ടായത്? ഒന്നിനും പൂർത്തീകരണം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് മുനിസിപ്പാലിറ്റിയെ കുറ്റം പറയാ. ഞാൻ അതാ പറഞ്ഞത്, ഈ മുനിസിപ്പാലിറ്റിയെ ഇതിനു മുൻപ് എന്തെങ്കിലും അഭിപ്രായം പറയാൻ, മുനിസിപ്പാലിറ്റിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ തയ്യാറാകാത്തവർ ഇപ്പൊ എന്ന് പറയാ. എല്ലാ കാര്യത്തിനും ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ചൊക്കെ ആക്ഷേപഹാസ്യം പറയുന്ന, പോസ്റ്റ് ഇടുന്ന ഈ പറയുന്ന ഷാഫി പറമ്പിൽ MLA എന്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ കഴിഞ്ഞ 13.5 വർഷമല്ലോ ഇവിടെ MLA 13.5 വർഷം. ചെറിയ കാലയളവല്ല.